നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. സോ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടി പോകണം. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിക്കേ ഉള്ളൂ. ആദ്യം നമുക്ക് ട്രീ തന്നെ തുടങ്ങാൻ പറ്റും. ട്രീ ഡെക്കറേഷന് ഞാൻ മാത്രമല്ല, ഇത് നമ്മള് മേടിച്ചത്. ഇത് സ്നോ മേക്കിംഗ് പൗഡർ ആണ്. ഞാനിത് ആദ്യമായിട്ട് കടയിൽ വന്ന സമയത്ത് റവപ്പൊടി എന്നാ വിചാരിച്ചത്. മതി ഈ ക്രിസ്മസിന്റെ ഷോപ്പിംഗ്. കിട്ടി കിട്ടി, മതി മതി. അവിടെ വിടണ്ട, അവിടെ ഒന്നും ഇടണ്ട. ഞാൻ പോലും ആ ഭാഗത്തേക്ക് പോവാറില്ല. ഇതെന്തിനാ അവര് വന്നേക്കുന്നത് എന്റെ കൂട്ടത്തില്? വരുന്നുണ്ട് വരുന്നുണ്ട്. എന്റെ ഉള്ളിൽ നിന്ന് കേറുവോ? കർണടിച്ച് ചാവുവോ? മതി. ഇവിടെ വീട് പണിയുടെ ബാക്കി തീർക്കാൻ വേണ്ടിട്ട് കുറച്ച് കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. സോ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടി പോകണം. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിക്കേ ഉള്ളൂ. മെയിൻലി ട്രീ ആണ്. ക്രിബ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ക്രിബിൻ്റെ ആ കൂടും സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അത് ഇനി ട്രിവാൻഡ്രത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇനി ബ്രോഡ്വേയിൽ എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വേണം നമുക്ക് മേടിക്കാനായിട്ട്. ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ്. ഇതിൽ ട്രീ ഉണ്ട്, പിന്നെ നമ്മൾ കണ്ട കുറേ കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ആകാംക്ഷ തോന്നില്ലേ കാണുമ്പോൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ട്രീ വെക്കാൻ വേണ്ടി പോവാണ്. ട്രീയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ട്രീയും ഡെക്കറൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഞാൻ കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചെയ്യുമായിരുന്നു, പക്ഷെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പപ്പയായിരുന്നു. ഇപ്പം ട്രീയുടെ കാര്യങ്ങളൊക്കെ പപ്പ തന്നെ ചെയ്യും. അന്ന് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചെറിയ അല്ലറ ചില്ലറ പരിപാടികൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നല്ലാതെ മുൻകൈ എടുത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ കൂടെ വന്ന് ശല്യം ചെയ്യൽ പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ. പുൽക്കൂടാണെങ്കിലും വീട്ടിൽ പപ്പ ഉണ്ടാക്കും. പപ്പയും പപ്പയുടെ അനിയനും രണ്ടുപേരും അടിപൊളിയായിട്ട് പുൽക്കൂട് ചെയ്യുന്നവരാണ്. അതിനിങ്ങനെ വെള്ളച്ചാട്ടവും അതുപോലെ പയറൊക്കെ മുളപ്പിച്ചിട്ട് പുല്ലൊക്കെ ഒറിജിനൽ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് ആ രീതിക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണയാണ് ആദ്യമായിട്ട് എനിക്കെന്തോ നമ്മുടെ പുതിയ വീട്ടിലും കൂടെ വന്നതിലേക്ക് ഭയങ്കര ഒരു ഫീൽ. അയ്യോ, നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് അങ്ങനെ ഒരു സാധനം. അത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം കുറച്ച് ഓവറാണ്. എന്നാലും നമ്മുടെ സന്തോഷമല്ലേ, അപ്പോൾ കുറച്ച് കൂടുതലാണ് എനിക്കത്. കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ട്രീ വെക്കാൻ വേണ്ടി പോവാണ്. ട്രീ മേടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുറച്ച് ബുഷൊക്കെയുള്ള ട്രീ മേടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ലുലുവിൽ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു ട്രീ കണ്ടു. അങ്ങനെ ആ ട്രീ കണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഈശാനെ കഴിച്ചു. പക്ഷേ ഈശാൻ പറഞ്ഞില്ല ഈ ട്രീ കൊള്ളില്ല, നമുക്ക് വേറെ പോയി മേടിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ബ്രോഡ്വേയിൽ ട്രീ മേടിക്കാൻ വേണ്ടി പോയി. അവിടെ പോയിട്ടും എനിക്കൊന്നും അങ്ങോട്ട് സെറ്റായില്ല. മനസ്സിൽ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട സാധനം തന്നെയായിരുന്നു കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലുലുവിൽ പോയിട്ട് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട ആ ട്രീ മേടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ട്രീ തന്നെ തുടങ്ങാം. എൻ്റെ ട്രീ ഡെക്കറേഷന് ഞാൻ മാത്രമല്ല, എന്തൊരു ആയുധങ്ങളൊക്കെ ആയിട്ട് വരണേ. ഓ, ട്രീ ഡെക്കറേഷന്റെ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ട് നാളെ അണിഞ്ഞൊരുങ്ങി അതിന് പറ്റിയൊരു ഡ്രസ്സ് ഇട്ടുണ്ടോന്നേക്കാൻ. ഇതിവിടെ പറ്റത്തില്ല. ഇതറിഞ്ഞു ഞാനിതുപോലെ എന്തെങ്കിലും എടുത്തിട്ടാണ്. ഞാനിപ്പോൾ ഒരു പ്രൊമോഷന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന കോളേജിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രീ വെക്കാം. ഓക്കെ, നമ്മൾ 77-ന്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ വെച്ചിട്ട് നമ്മളൊരു ഗിഫ്റ്റിൻ്റെ ബോക്സിങ് പോലത്തെ ഒരു സാധനം ചെയ്തു. അതിവിടെ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ നെറ്റ് മേടിച്ചില്ല, മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇനി നെറ്റും കൂടെ മേടിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ഇന്നും സംഭവം നടക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാനത് വേണ്ടാന്ന് വെക്കും. ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തല്ലോ, അതുകൊണ്ട് അവിടെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ട് ഇവിടെ അത് വേണ്ടാന്ന് വെക്കും. നമുക്ക് ഫസ്റ്റ് ഡെക്കറേഷൻ നമുക്ക് പുറത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, നമുക്ക് ആദ്യം എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. നോക്കിയിട്ട് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം നമുക്ക് തീരുമാനിക്കാം. ഇതെന്തായിരുന്നു ഇതൊക്കെ? ആക്രാന്തം പാടില്ല, ഒന്നും തട്ടി പൊട്ടിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മള് എവിടെയൊക്കെ മേടിച്ചതാ? ഇത് മെത്ര ബസാറിൽ പോയപ്പോ എടുത്ത്. ഇത് നമ്മൾ മെയിൻ അത് ഇതായിരുന്നു. അവിടെ വെച്ച് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ വലിയ ഭംഗി തോന്നുന്നില്ല. കുറച്ചൊക്കെ ഇളകി പോവുകയും ചെയ്തു തോന്നുന്നു. ഒരു മിനിറ്റ്.
ഇത് നമ്മുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി മേടിച്ചു. ക്രിസ്മസ് പാപ്പ ശബ്ദമുണ്ട്, ലൈറ്റിൽ കേൾക്കുന്നുണ്ടോ? ഒരു കുഞ്ഞി ക്യാൻഡിൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. വലിയൊരു മാൻകുട്ടി ഉണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡാ ഇത്. നമ്മൾ പുറത്താണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ, വീടിൻ്റെ ഉള്ളിലല്ല. നമ്മൾ കാണിച്ചു തരാം. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെക്കണം. ശരിക്കും പറഞ്ഞാൽ അയ്യോ എങ്ങനെയത് കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവണം, എന്നിട്ട് വീണ്ടും വീണ്ടും മേടിക്കണം എന്ന് പറഞ്ഞാൽ ആക്രാന്തമായിരുന്നില്ലേ? കണ്ട ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് ആണ്, ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു കുഞ്ഞു ട്രീ എന്താ. ഇനി നമ്മൾ ഇതിന്റെ ബുഷസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. കുറച്ച് ചെറീസ് മേടിച്ചു. അല്ലാണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെന്തിനു വാങ്ങിച്ചപ്പോ ഒത്തിരി ആയിപ്പോയെന്ന് എനിക്ക് തോന്നാൻ. ഇതെന്തിനു വാങ്ങിച്ചതാ? ഇത് നമ്മൾ പുറത്ത് വെക്കാൻ വേണ്ടി മേടിച്ചത്. ഇത് ആക്ച്വലി ഇസാന്റെ സെലക്ഷൻ എങ്ങാണ്ടാണ്. അല്ല ഇത് വേറെ. അതന്നെ, എന്നിട്ട് തിരിച്ചു വെക്കുക, ഇങ്ങനെ വെക്കുക. ഓക്കെ 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 ഓക്കെ. ഇത് മറ്റേ ബോക്സ് ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ സാനിറ്റൈസറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോ കവർ പൊട്ടിക്കുമ്പോഴും നമുക്ക് കാണിച്ചു തരാം. ഇത് എങ്ങനെയായിരുന്നു ഇരിക്കണേ? അതിങ്ങനെ തന്നെയല്ലേ? കിട്ടി. അപ്പൊ തന്നെ താടിയൊക്കെ നേരായിക്കോട്ടെ. താടിയൊക്കെ നേരാക്കി നമ്മൾ ശുണ്ടർനായേ. കിളിക്കം മുഖ്യം ബിഗിലെ. പിന്നെ ഈ വലിയ ബോൾസ് ഉണ്ടോ, ഇത് ഞാൻ കുറേ നോക്കി നടന്നു. ഇത് എനിക്ക് മേത്തർ ബസാറിൽ നിന്നൊന്നും കിട്ടിയില്ല, ഇത് നമ്മുടെ സ്വന്തം 79 നിന്നാണ്. വലിയ ബോൾ വന്നു, സാധനം സ്റ്റോക്ക് പൊട്ടിച്ച് അപ്പം കൈയോടെ എടുത്തോണ്ടെന്നാണ്. ഇതിൻ്റെ ഒരു 3 ബോക്സ് മേടിച്ചു. ഇത് ട്രീയുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചാണ്. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസാണ്. കഴിഞ്ഞ ദിവസം ഞാൻ റീലിട്ടില്ലേ, അതിൻ്റെ ക്യാൻഡിൽ സ്റ്റാൻഡ് മേടിച്ചു. കുഞ്ഞി ഷൂസ് മേടിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കിളീനെ എവിടെ ഇടുവോ? സൂക്ഷിച്ചെടുക്കണം കേട്ടോ, കഴിഞ്ഞ പൊട്ടല്ലേ. അപ്പൂപ്പനെ കണ്ടില്ല ക്രിസ്മസ് ട്രീറ്റ്. പിന്നെ ഒരു കുഞ്ഞി സ്നോ ബോയ്. ഇത് മേടിച്ചു. ഇത് നമുക്ക് അടുത്ത കവർ എടുക്കാം. ഞാൻ ഈ പൊട്ടുന്ന ഐറ്റംസ് ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പൊട്ടിക്കും. ഈ പൊട്ടിച്ചോണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം 79 കേട്ടോ. ഇത് ഈ കുഞ്ഞി ബോ ഉണ്ടോ, ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ ഇടണം. ഈ ലൈറ്റിലൊക്കെ തൂക്കിയിടണോ അറിയില്ല, എവിടെ ഇടും എന്നുള്ളത്. ഇട്ട് വരുമ്പോൾ നോക്കാം നമുക്ക് എവിടെ ആപ്റ്റ് ആവാന്നുള്ളത്. പിന്നെ ഈ തൊപ്പിയുടെ ഒരു ആവശ്യമില്ല, എന്നാലും ക്രിസ്മസ് ആകുമ്പോൾ തൊപ്പി മുഖ്യമല്ലേ, അതുകൊണ്ട് തൊപ്പി മേടിച്ചു. ഇത് കണ്ടോ, അതിങ്ങനെയല്ല ശരിക്കും, ഇങ്ങനെയാണ്. അത് പറ്റത്തില്ല, ഞാനും തൊപ്പി ഞാൻ മാറ്റി. ഭയങ്കര ചൂട്. ഓക്കെ, അതുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ കുഞ്ഞുമണികൾ. കുഞ്ഞുമണികൾക്ക് പിന്നാലെ വലിയ മണികൾ. കുഞ്ഞുമണികൾക്ക് പിന്നാലെ വലിയ മണികൾ. അതിന്റെ 2 കളർ എടുത്തു നമ്മള്. ഇതെല്ലാം തന്നെ പ്രൈസ് ടാഗ് വരെ കിടപ്പുണ്ട്, അതൊക്കെ മാറ്റണമായിരുന്നു. പിന്നെ പൂപ്പന്മാര്. അങ്ങനെ ക്യൂട്ടി ഷാൻഡാസ് കണ്ടോ. പിന്നെ വിത്ത് ലൈറ്റ് ഉള്ളത് ഇത് സ്നോ മേക്കിംഗ് പൗഡർ ആണ്. ഞാനിത് ആദ്യമായിട്ട് കടയിൽ വന്ന സമയത്ത് റവപ്പൊടി എന്നാണ് വിചാരിച്ചത്. ഇതിൽ ആക്ച്വലി എഴുതിയേക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് ഇളക്കി കഴിയുമ്പോൾ സ്നോ പോലെ ആയി മാറും എന്നാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നമുക്കിത് ഇന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനിയുള്ള അടുത്ത പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് നമ്മൾ കുറേ കളർഫുൾ ബോൾസ് മേടിച്ചു കേട്ടോ. പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഗോൾഡ്, യെല്ലോ, ഗ്രീനിൻ്റെ ബോക്സ്. ഈ ബോൾസ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഈ സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി, അവിടെ നിന്നും കുറേ സാധനങ്ങൾ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടി നടന്ന സാധനങ്ങൾ മേടിക്കായിരുന്നു. ഈ ഒരു ഹൗസ് കണ്ടോ, വൈറ്റും റെഡും തീമൊക്കെ ആയിട്ട്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു കുഞ്ഞ് സ്നോ ഹൗസ് ആണിത്, ഭയങ്കര ക്യൂട്ടല്ല, എനിക്കിഷ്ടമായി. അതൊരെണ്ണം മേടിച്ചു. പിന്നെ ഞാനൊരു ട്രെയിൻ മേടിച്ചത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ക്രിസ്മസ് സിറ്റി പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര വലുതായിട്ടൊന്നുമല്ല, ചെറുത്. അപ്പം അതിന് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞ് ട്രെയിൻ മേടിച്ചത്. അതുപോലെ ആ ഒരു ക്രിസ്മസ് സിറ്റിക്കുള്ളിൽ വെക്കാനായിട്ട് ഒരു മിനിയേച്ചർ ഹൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു.
എല്ലാം പൊട്ടുന്ന ഐറ്റം ആയതുകൊണ്ട് വെൽ പാക്ഡ് ആക്കി വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഹൗസ്. ഇത് നമ്മുടെ ക്രിസ്മസ് സിറ്റിക്കുള്ളിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതൊക്കെ ഒരുമിച്ച് മേടിച്ചല്ല കേട്ടോ, ഓരോ ദിവസങ്ങളായിട്ട് എവിടെ നിൽക്കോ മേടിച്ചതാണ്. ഇത് എവിടെ ഇടും എന്നുള്ള ഐഡിയ ഒന്നുമില്ല, ഇട്ട് വരുമ്പം എവിടെ യോജിക്കുന്നു അവിടെ ഇടും. പിന്നീട് ഈ കവറിൽ ഗോൾഡൻ ബോൾസ് മാത്രമായിട്ട് കുറേ ബോൾസ് മേടിച്ചു. ബോൾ എനിക്കൊന്നും കുറച്ച് അധികമായി പോകുമെന്ന് തോന്നുന്നു. എല്ലാം കൂടുതലായി. ഇത് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടും നമുക്കിനി പർച്ചേസ് ചെയ്യണ്ടേ വന്നിട്ട് കിടന്ന് അലറുമായിരുന്നു. ഞാൻ പറഞ്ഞ് നിർത്തി, മതി ഈ ക്രിസ്മസിന്റെ ഷോപ്പിംഗ്. പിന്നെ ഞാൻ ആലോചിച്ചത് എന്തായാലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഇത് തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് കണ്ണുടച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചതാ. എന്തെങ്കിലും മേടിക്കില്ല. ഇത് ലൈറ്റ് കത്തിക്കട്ടെ. എവിടെ നീക്കി ഇപ്പഴാ കത്തിയേ? മുകളില്. ആ അയ്യോ കത്തല്ല. ആ ഈ ബോൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വൈകുന്നേരം ചേട്ടൻ വന്നു കഴിയുമ്പോൾ ഞെട്ടും. അയ്യോ സോറി കേട്ടോ, വീട് മാറിപ്പോയിന്ന് പറയും. ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ സാന്റാ സ്റ്റോപ്സ് ഹിയർ എന്നുള്ള ഈ ഒരു സ്റ്റാൻഡ് വെച്ചു. അതുപോലെ 2 മാൻകുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം കൊടുത്തു. പിന്നെ താഴെ ആസ് യൂഷ്വൽ നമുക്ക് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് തന്നെ അവിടെ വെച്ചു കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഇത് എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു, ഇത് നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണേ. നമ്മുടെ മെയിൻ ഡോറിൽ നമ്മളിത് ഇത് ഹാങ് ചെയ്തു. അതുപോലെ നമ്മുടെ നെയിം ബോർഡിൻ്റെ താഴെയായിട്ട് ഈ ഒരു ബെൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ വെക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ബാക്കി നമുക്ക് ഉള്ളതൊക്കെ അകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇവനെന്തോ ഒരു ചരിവ്. ഇതെവിടെ ഇടും? കിട്ടി കിട്ടി കിട്ടി. ഫയർ എക്സ്റ്റൻഷനിൽ തൂക്കിയിടാൻ നമുക്കിത്. എൻ്റെ ഏണി എടുക്കൂ ഗൈസ്, എനിക്കിവിടെ കുഞ്ഞി ഏണിയുണ്ട്. ഇതെല്ലായിടത്തും ഓരോന്നും പുതുതായിട്ട് വെപ്പിക്കാൻ പറ്റും. തിരിച്ചു തരോ? എവിടെ ഉണ്ട്? ആ പോർണ്ണ അവിടെ ഇടാം. ഈശ്വരോ, സൂപ്പർ. ഇവിടെ ഇത് ഒരെണ്ണുള്ളൂ, ഇനി അപ്പുറത്ത് നോക്കാം. അഗൈൻ ഏണി. ഹായ് കൊള്ളാം അല്ലേ? സൺസാലും വിളിച്ചു പറയാം 2 കൂടെ എടുത്ത് കൊറിയർ അയക്കാൻ. മാക്സിമം നമ്മൾ സെലോ ടേപ്പ് ഒന്ന് ഒട്ടിക്കാൻ, എൻ്റെ അമ്മ തലറങ്ങും, സെലോ ടേപ്പ് ഒന്ന് ഒട്ടിക്കാണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില നുണുക്ക് പരിപാടികൾ. ഈ ശുക്കുമണികളെ നമുക്ക് ഫാനിൽ തൂക്കിയിട്ടാലോ? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഇതിൽ ആ ടേപ്പ് ഒട്ടിച്ചാൽ നല്ലതായിരിക്കോ? ഇങ്ങനെ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. പക്ഷെ ഇവിടെ ചിലപ്പോൾ എനിക്ക് വഴക്ക് കിട്ടും വന്നു കഴിഞ്ഞാൽ. ഞാൻ വഴക്ക് കുറേ ഒട്ടിച്ചാൽ. അവിടെ ഇവിടെ ഉണ്ട്, അവിടെ ഒന്നും ഇടണ്ട. ഞാൻ പോലും ആ ഭാഗത്തേക്ക് പോവാറില്ല. പിന്നെ അവിടെ ഇട്ടിട്ട് എന്തിനാ? ഇവിടെ ഒട്ടിച്ചാൽ അറിയും, ഇങ്ങനെ കളറായിട്ട് നിൽക്കും. അപ്പോൾ രണ്ടിനും കെട്ടേണ്ടി വരും, കെട്ടി ഒന്നാക്കണം. ഓക്കെ, നമ്മളിവരെ ഒരുമിപ്പിക്കാൻ പോവാണ്. ഗോൾഡൻ മണിയും ചുവന്ന മണിയും തമ്മിൽ കല്യാണം. ഇത് നമുക്ക് ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഫാൻ വെക്കാനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നമുക്ക് കോർത്തിടാം. എൻ്റെ ഉള്ളിൽ നിന്ന് കയറുവോ, കർണടിച്ച് ചാവുമോ കർത്താവേ? അവിടെ നോക്കിയേ ഭംഗിയുണ്ടോന്നു. ഇതിനെ ഹൈഡ് ചെയ്യാനാ? അത് നടക്കൂല. അല്ല വല്ലതും കോർത്ത് വല്ലതും കെട്ടിയിടണം. നമുക്ക് സ്നോ മേക്കിംഗ് പൗഡർ വെച്ചിട്ട് സ്നോ ഉണ്ടാക്കി നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നതും പരീക്ഷിക്കുന്നതും. നമുക്ക് കുറച്ച് ഈ പൗഡർ ഇതിലേക്ക് ഇടാം. ഇത്രയും മതിയാകുമെന്ന് തോന്നുന്നു. ഞാൻ ഫുൾ എടുത്തിട്ടില്ല, ഇത്ര എടുത്തിട്ടുള്ളൂ. കറക്റ്റ് റവപ്പൊടി. ഞാനെന്ന് പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ആരായാലും കണ്ട റവപ്പൊടി എന്ന് വിചാരിക്കുള്ളൂ.
ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം. എന്തോ കൈ ഇട്ടോട്ടെ. വരുന്നുണ്ട് വരുന്നുണ്ട്, നോക്കി. നമ്മുടെ കറക്റ്റ് അരിപ്പുട്ടിന്റെ പുട്ടുപൊടിയില്ലേ, ഇത് നോക്കി എന്തൊക്കെ സംഭവങ്ങളല്ലേ. ഞാനും ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാന്നുള്ളത്. കറക്റ്റ് സ്നോ, നല്ല ചൂടുണ്ട്, ഹോട്ട് സ്നോ. ഈ സ്നോ നല്ല ഹോട്ടാണ്. നല്ല പുട്ട്, അരിപ്പുട്ട് നമ്മൾ ചൂടോടെ എടുത്തിട്ട് പൊടിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ചൂടില്ല, ആ ചൂട്. ഇത് നമ്മൾ ക്രിസ്മസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം, ഇത് തികയില്ല. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെ ആയില്ലേ എന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഇതാ നമ്മുടെ, അയ്യോ സ്റ്റാൻഡ്, യു ക്യാൻ, എനക്ക് പറ്റും. എൻ്റെ അമ്മേ ഭയങ്കര വെയിറ്റ്. ഇതെന്തിനാ അവർ തന്നേക്കുന്നത് ഇതിന്റെ കൂട്ടത്തില്? അയ്യാ അമ്മേ, ഭയങ്കര വെയിറ്റ് ഇതിന്. എല്ലാം അലേക്കൂടെ വീണായിരുന്നേ. നമുക്ക് ഇവന് ഇറക്കി കിടത്താം. ഇതിൽ ഓൾറെഡി കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ വെച്ച്. 2 ഉള്ളൂ ഇത്, അല്ല 3 പീസ് ഉണ്ട്. എൻ്റെ കർത്താവിൽ എങ്ങനെ സെറ്റ് ചെയ്യും? അല്ല ഇതല്ലേ വലുത്? അല്ല ഇതാ വലുത്. അപ്പൊ വലുത് ഏറ്റവും താഴെ. ഈ ചെറിയൊക്കെ തെർമോക്കോളാണോ? ചളുങ്ങി പൊളിങ്ങിയിരിക്കുന്നു, പ്ലിങ്ങറ്റിയായിട്ട്. എന്താ ചളുങ്ങി പെപ്പിൻ. ഇതാ ട്രീയുടെ ഇതിൽ സ്ട്രീറ്റിന്റെ ഉള്ളിൽ വയ്ക്കാം. ഈ പെട്ടി കളയരുത് കേട്ടോ, തിരിച്ച് ഇതിൽ തന്നെ ആക്കി ഇനി പാക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് അടുത്ത വർഷത്തേക്ക്. വേണ്ടേ? നമുക്ക് ആദ്യം ഈ വലിയ പീസ് കൊണ്ട് സെറ്റ് ചെയ്യാം. എപ്പടി സെറ്റ് പണ്ണുവേ? പിടിച്ചേ. ഓ എനിക്കറിയില്ല. ഈ ഡൈനിങ് ടേബിളിന്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേലത്തേക്ക് കയറ്റുന്ന നല്ലേന്ന് തോന്നുന്നു. ഇത് ചെറുത്, ഇത് വരണില്ലല്ലോ. നമ്മൾ അതിന്റെ റീലെടുത്തു. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ലുലുമോളിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതെ 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 അതെ. പക്ഷെ ഇത് വല്ലാത്തൊരു പരിപാടി ആയിപ്പോ ഗൈസ്. നമ്മളൊരു പാറ്റേൺ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇട്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ ആവും എന്നറിയില്ല, നോക്കാം. മണിക്കൂറുകൾ നീണ്ട ഞങ്ങൾ അധ്വാനത്തിന് ശേഷം ദേ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ട്രീ. ഇതിൽ ഫുൾ റെഡ് കളറാണ്. മെർലിനാണ് നിർബന്ധം ഫുൾ റെഡ് ആൻഡ് ഗ്രീൻ മതി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ രീതിയിൽ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
പിന്നെ കുറേ കുട്ടി കുട്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് സ്ട്രീറ്റ് ഇതേ കണ്ടോ, ഇതാണ് സ്ട്രീറ്റ്. ഇതേ അയ്യോ ഇതായത് ഒരു ഉറുമ്പ് വീട് സുഹൃത്തുക്കളെ, അയ്യോ ഉറുമ്പ് പോവും. അതെ, ഒരു കുഞ്ഞ് ട്രെയിൻ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്നോ ബോയ് ഉണ്ട്, ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, ഇവിടെ ഒരു മിനിയേച്ചർ വീടുണ്ട്, ആ വീട്ടുകാരും ട്രീ വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, പാവങ്ങളായതുകൊണ്ട് കല്ലിട്ട വഴിയാണ്. ഇവിടെ വീട് പണിയുടെ ബാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കാശൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വീട് പണി തീർക്കും. പിന്നെ ഇവിടെ സാന്റാക്ലോസ് കുറേ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ വന്നാണ് ഈ ഗോൾഡൻ കളർ ട്രീയും. സാധാരണ അവിടുത്തെ ചെടികൾ പച്ച കളർ മരമാണ്, പക്ഷേ ക്രിസ്മസ് അപ്പം കൊണ്ടുവന്ന ആയതുകൊണ്ട് ഇത് ഗോൾഡൻ കളറാണ്. ഇത് അപ്പാപ്പൻ, പിന്നെ ഇത് അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് പിന്നെ കുറച്ച് ചെറിയൊക്കെയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീറ്റ്. ഇത് കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് പറ്റിയ എന്താ പറയുക ഒരു ട്രെയിൻ കിട്ടിയിട്ടില്ല. അതുപോലത്തെ മിനിയേച്ചർ ഐറ്റംസും കിട്ടാൻ കുറച്ച് പാടായിരുന്നു. നമ്മൾ പിന്നെ ഇത് ആ മേലെ കണ്ട ടോപ്പിൽ കളർഫുൾ ആയിട്ടുള്ള ബൾബൊക്കെ ഇട്ടു. അതിനുശേഷം ദേ ഇവിടെ ഈ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്, ഇതിന് ശബ്ദമുണ്ട്. മതി അയ്യോ കുരുങ്ങും. അതിനുശേഷം ഈ കോർണറിൽ നമ്മളൊരു കുഞ്ഞി ട്രീയും വെച്ചു. ഇവിടെ ദേ കണ്ടോ ഈ ഒരു ബോയും കൊടുത്തിട്ടുണ്ട്. അല്ല കുഞ്ഞു ട്രീ കൊള്ളാവോ? ഇതും കണ്ട് ലവ് വിത്ത് ഫസ്റ്റ് സൈറ്റ് ടൈപ്പ് എടുത്തതാണ്, മേത്തർ ബസാർ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഈ ഒരു ടി വി യൂണിറ്റിനോട് നമ്മളൊരു ഗാർലൻഡ് വെച്ചിട്ട് അതിൽ ഫുള്ളും കുഞ്ഞു കുഞ്ഞു ചെറിയും ഗോൾഡൻ കളർ ബോൾസും അതുപോലെ ലൈറ്റ് നമ്മളിത് ഇവിടെ കൊടുത്തു. ഇത് മെർലിൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, എൻ്റെ ഐഡിയ ആയിരുന്നില്ല. ഐഡിയ മെർലിൻ്റെയും ഇത് കംപ്ലീറ്റ്ലി ചെയ്തത് അഖിലുമായിരുന്നു. അവർ രണ്ടുപേരും അത് ചെയ്തു. പിന്നെ നമ്മൾ ഡോറിൽ നേരത്തെ കണ്ട ഇത്, അതുപോലെ നമ്മുടെ പ്രെയർ യൂണിറ്റിൽ ഓൾറെഡി നമുക്ക് അവിടെ ബാംബൂ ട്രീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർലൻഡ് പോലത്തെ ഒരു സംഭവം കുറച്ച് ചെറീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിൽ ഇനി ലൈറ്റ് ഇടാനുണ്ട്, പക്ഷെ ലൈറ്റ് തികഞ്ഞില്ല ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ ക്രിസ്മസ് വൈബ് ആക്കി. നമ്മുടെ ക്രിസ്മസ് പാപ്പനെ ഇവിടെ ഇരുത്തി, അതുപോലെ ബോൾസ് വെച്ചു. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ സ്ഥലത്താണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്, ഷൂസ്, അങ്ങനെ കണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെയും കൂടെ കൊടുത്തപ്പോൾ ഇവിടെ ഫുൾ ഒരു ക്രിസ്മസ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു കോർണറിലാണ് നമ്മൾ ട്രീ വെച്ചേക്കുന്നത്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-4:30 തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം രാത്രി 9:30 ആയിട്ടുണ്ട്. ഡെക്കറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ക്ലീനിങ് പരിപാടികൾ ഫുള്ള് കിടപ്പുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതാണ്, ഇനി കംപ്ലീറ്റ്ലി വൃത്തിയാക്കാനായിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് എനിക്ക് നാളെ ഷൂട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യണം. ഫുൾ കിളിപോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് പ്രത്യേകം പറയണം കേട്ടോ. നമ്മുടെ ട്രീ ഇഷ്ടമായോ, എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ. മെറി ക്രിസ്മസ്.